എല്ലാവർക്കും നമസ്കാരം. കളിക്കളത്തിന്റെ പുതിയ ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് ഇന്ന് ചൊവ്വാഴ്ച ദിവസം 28-ാം തീയതി മെയ് മാസം. അങ്ങനെ ഇതാ മെയ് മാസം കൂടി തീരുകയാണ്. അതായത് 5 മാസം കൂടി തീരുകയാണ്. നമ്മൾ ഒരു വർഷത്തിന്റെ പകുതി അങ്ങോട്ട് തീരാൻ പോവാണ്. ഇനി അടുത്ത 1-ാം തീയതി മുതൽ നമ്മൾ 6-ാം മാസത്തിലേക്ക് കടക്കും. അതായത് പുതിയ വർഷത്തിലെ 6 മാസങ്ങൾ കഴിഞ്ഞിരിക്കും. ഞാനിനി അടുത്ത മാസം വരുള്ളൂ. അതുകൊണ്ടാണ് പ്രത്യേകം അങ്ങനെ പറയുന്നത്. കളിക്കളം ഇൻ അസോസിയേഷൻ വിത്ത് ട്രാൽറോപ്പ് ആൻഡ് ടൈം എക്സ്പ്രസ് കാർഗോ. മറക്കണ്ട, നിങ്ങൾക്ക് സമ്മാനങ്ങൾ കൈനിറയെ തരുന്നുണ്ട്. സമ്മാനങ്ങൾ എന്തൊക്കെയാണ് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ സമ്മാനം എന്ന് പറയുന്നത് 2 പേർക്കുള്ള 2 കപ്പിൾ ഇൻവൈറ്റ്സ്. അതായത് ഒരാൾക്ക് 2 ടിക്കറ്റ് വീതം വെച്ചുള്ള ടോട്ടൽ 4 ടിക്കറ്റ്സ് ആയിരിക്കും. 2 പേർക്കായിരിക്കും അത് കിട്ടുന്നുണ്ടാവുക. അത് തരുന്നത് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന സിനിമ. ആ സിനിമ കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ് ടിക്കറ്റ് ആയിരിക്കും തരുന്നുണ്ടാവുക. അത് ഹയാത്ത് റീജൻസിയിലുള്ള സ്റ്റാർ ഗാലറിയിൽ പോയിരുന്ന് കാണാനുള്ള ടിക്കറ്റ് ആയിരിക്കും തരുന്നുണ്ടാവുക. നമുക്ക് വലിയ ഹോട്ടലിൽ തന്നെ പോയി കാണാനുള്ള അവസരമാണ് ഒരുക്കുന്നത്. അത് 31-ാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. അത് കാണാനുള്ള ടിക്കറ്റ് 2 പേർക്ക് തരുന്നുണ്ടാവും. ആൻഡ് ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്ന ഒരാൾക്ക് ഞാൻ സമ്മാനമായിട്ട് കൊടുക്കുന്നു. ക്രോക്കഡൈൽ പാർക്കിൽ പോയി അവിടെ വിസിറ്റ് ചെയ്ത് എല്ലാം കണ്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള 2 പേർക്കുള്ള 2 വലിയ ആൾക്കാർക്കുള്ള ഒരു കപ്പിൾ ഇൻവൈറ്റ് ടിക്കറ്റ് ആയിരിക്കും തരുന്നുണ്ടാവുക. ആൻഡ് അത് ഞാൻ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും സമ്മാനമായിട്ട് തരുന്നുണ്ടാവുക. പ്ലസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓരോരാൾക്കും ജയിക്കുന്ന ഓരോരാൾക്കും കിട്ടുന്നുണ്ടാവുക ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂൺ നൽകുന്ന 100 dirhamsന്റെ സുന്ദരികളാവാനുള്ള ഒരു വൗച്ചർ കൂടിയായിരിക്കും സമ്മാനമായിട്ട് കിട്ടുന്നുണ്ടാവുക. അതിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യേണ്ടത് 0423824991 എന്നുള്ള നമ്പറിലേക്ക് വിളിക്കുക. ആൻഡ് നാളെയാണ് ആ സുദിനം, 29-ാം തീയതി UBL ബിസിനസ് സബ്മിറ്റ് ചാപ്റ്റർ 3 നടക്കുന്നത് നാളെയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന QR കോഡിൽ നിങ്ങൾക്ക് മൊബൈൽ കൊണ്ടുവന്ന് സ്കാൻ ചെയ്തതിന് ശേഷം ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം എന്ന് പറയുമ്പോൾ, നിങ്ങൾ വരുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും രജിസ്റ്റർ ചെയ്യരുത്. നിങ്ങൾ വരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരാൾക്ക് ആ സീറ്റ് നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ വരും എന്നുള്ളവർ അപ്പം തന്നെ പോയിട്ട് സ്കാൻ ചെയ്ത് നിങ്ങൾ UBL ബിസിനസ് സബ്മിറ്റിന് പോവുക ഇൻ അസോസിയേഷൻ വിത്ത് ട്രാൽറോപ്പ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇത് ഫ്രീ എൻട്രി ആണ് എന്നുള്ള കാര്യം മറക്കണ്ട. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരു എൻ്റർപ്രണർ ആയിരിക്കണം. എന്തെങ്കിലും ഒരു ജോബ് നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന, അല്ലെ കൊടുക്കാൻ താല്പര്യപ്പെടുന്ന, ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പങ്കെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ ഗെയിംസിലേക്ക് കടക്കുമ്പോൾ ഈ കാണുന്ന A to P, ABCDEFGHIJKLMNP എന്നുള്ള ഈ അക്ഷരങ്ങളിൽ ഒരു അക്ഷരം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഏത് ഗെയിമാണോ വരുന്നത് ആ ഗെയിമായിരിക്കും നമ്മൾ കളിക്കുന്നുണ്ടാവുക. ഹലോ നമസ്കാരം, ആരാണ്? എന്റെ പേര് വിമൽ. വിമൽ ഇടയ്ക്ക് വിളിക്കാറുള്ള വിമൽ. ഈ അക്ഷരം ഏതാ? എനിക്ക് ഡി മതി. ഡി മതി. വിമൽ എവിടെയാ, എന്താ ചെയ്യുന്നേ? ഞാൻ ഒരു ഇൻഷുറൻസ് കമ്പനി വർക്ക് ചെയ്യാണ്. ഇൻഷുറൻസ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണോ അതോ അല്ല? ലൈഫ് ഇൻഷുറൻസ് ആണ്. കഥ പറയുമ്പോൾ ഓക്കെ, ഞാൻ ഒരു സിനിമയുടെ കഥ പറയും. അത് ഏത് സിനിമയാണ് എന്ന് കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? മലയാള സിനിമ ആയിരിക്കും, മറ്റ് ലാംഗ്വേജുകളിലെ സിനിമകളല്ല, മൊഴിമാറ്റം ചെയ്യപ്പെട്ട സിനിമകളും ആയിരിക്കില്ല. ഓക്കെ, സൂക്ഷിച്ചോളൂ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അപ്പോൾ ഇതാ റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഈ ചലച്ചിത്രത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുണ്യാളനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. ഒരു പുണ്യാളനുണ്ട്. ആ പുണ്യാളൻ ഈ ചിത്രത്തിൽ ഒരു നായകനായിട്ട് അഭിനയിക്കുന്നുണ്ട്. ആ പുണ്യാളനെ നഷ്ടപ്പെടുകയാണ് ഒരു ക്ഷേത്രത്തിൽ, ഒരു പിന്നെ പള്ളിയിൽ വെച്ച്. ആ പുണ്യാളനെ വീണ്ടെടുക്കുന്നതൊക്കെ ആയിട്ടുള്ളതാണ് സ്റ്റോറി. അതിനകത്ത് ഒരു 2-3 സ്റ്റോറി, ഇതിൻ്റെ ഇടയിൽ കൂടി ചില പ്രണയങ്ങളൊക്കെ ഉണ്ട്. അതായത് അതിനകത്തുള്ള നായിക ഒരാളെ പ്രണയിക്കുന്നുണ്ട്. ആ ആളിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് നായകൻ്റെ വീട്ടുകാർ സമ്മതിക്കാണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ആൾ ബാംഗ്ലൂരിലാണ്, ഇവരെ കുറച്ച് പൈസക്കാരാണ്, അങ്ങനെ സമ്മതിക്കാണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ പുണ്യാളിന് ഇടപെട്ടിട്ട് ഇവരെ കല്യാണം നടത്തി കൊടുക്കുന്നതൊക്കെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തങ്ങൾ. കിട്ടിയോ? അപ്പൊ അങ്ങനെ പുണ്യാളിനെ ഇങ്ങനെ അവിടുന്ന് അടിച്ചോണ്ട് പോയത് ഒരു 2-3 ആൾക്കാരാണ്. അവർ ആ പുണ്യാളിന് ഭയങ്കര വിലയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് അടിച്ചോണ്ട് പോകുന്നതാണ്. വർഷങ്ങളുടെ പഴക്കമുള്ളൊരു പുണ്യാളനാണ്. അങ്ങനെയൊക്കെയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. വളരെ പഴയ ഒരു പുണ്യാളനാണ്. ആ പുണ്യാളിന് ഭയങ്കര വില കിട്ടും വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയാൽ എന്ന് അറിഞ്ഞിട്ട് അവർ അടിച്ചു മാറ്റാൻ വരുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് കോമഡികളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ സൈക്കിളിലുള്ള പിന്നാലെയുള്ള ഓട്ടവും മുന്നേയുള്ള ഓട്ടവും അങ്ങനെയൊക്കെയുള്ള ഒരു പട്ടിക്കുട്ടി ഉണ്ട്. ആ പട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് പുണ്യാളിനെ അവസാനം കണ്ടെത്തുന്നതൊക്കെ. ഈ സിനിമ മനസ്സിലായി, മറ്റേ സൈക്കിൾ മോഷണം പോണ സിനിമയാണ്. പക്ഷെ എന്റെ പേരെനിക്ക് കത്തുന്നില്ല.
ഒരു സൈക്കിളൊക്കെ മോഷണം പോയിട്ട് മറ്റേ കുഞ്ചാക്ക ബോബന്റെ പടാന്ന് താഴെ വരൂ, പേര് പറയണം. കുഞ്ചാക്ക പുണ്യാളനായിട്ട് തന്നെ. അയ്യോ നേരെ അയ്യോ 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 അടുത്തെത്തിയോ? ഏകദേശം. കാരണം ഈ ഒരു ലേഡി പ്രാർത്ഥിക്കുന്നു, കാരണം കുഞ്ചാക്കവും പുണ്യാളനായിട്ട് വന്നിട്ട് ആ ലേഡി കുറച്ച് ഇതായിട്ട് ഒരു പടമാണ് എന്താ മറ്റേ ലാസ്റ്റ് സൈക്കിൾ. 2 സെക്കൻഡ്, 1 സെക്കൻഡ്, ടൈം ഔട്ട്. ചിത്രത്തിന്റെ പേര് എന്നാലും എന്റെ സജി. എന്നാലും എന്റെ സജി, എന്റെ പൊന്നി, എന്നാലും എന്റെ സജി എത്തിച്ചൂട്ടാ. സംഭവം മനസ്സിലായിരുന്നു, സംഭവം മനസ്സിലായിരുന്നു. സിനിമയുടെ കഥയൊക്കെ കറക്റ്റ് ആയിരുന്നു, പക്ഷെ സിനിമ ഏതാന്ന് കിട്ടിയില്ല. അപ്പൊ എന്തായാലും വിളിച്ചാൽ സന്തോഷം. കിട്ടിയില്ല, സന്തോഷം, താങ്ക് യു. എന്താടാ സജി, എന്നാലും എന്റെ സജി അല്ല, എന്താടാ സജി, എന്താടാ സജി. എന്നാലും അങ്ങനെ എന്ത് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ കൊടുത്തേനെ. സജി എന്ന വാക്ക് കിട്ടിയിരുന്നെങ്കിൽ അതിലാണ് ഞാൻ പിടിച്ചു കയറിയത്. എനിക്ക് സംഭവം കത്തി. നിൽക്കട്ടെ എപ്പോഴും. നിങ്ങൾ 2 മിനിറ്റ് നേരം നിങ്ങൾ എന്തെല്ലാം ആലോചിച്ചു, ആ സിനിമയുടെ ഫുൾ സ്റ്റോറി ആലോചിച്ചു, അത് ഏത് സിനിമയാണെന്ന് ആലോചിച്ചു. ഇങ്ങനെ നമ്മുടെ കുറച്ച് സമയത്തേക്കുള്ള നമ്മളെ മൈൻഡിൽ ഒരുപാട് പ്രശ്നങ്ങളിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം മാറി 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 പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാം എല്ലാവരുടെ അടുത്തും. ഇന്ന് മിഞ്ഞാന്ന് എൻ്റെ കമ്പനിയിലുള്ള ഒരാൾക്ക് ഒരു ചെറിയ ഒരു അബദ്ധം പറ്റി. ഇവിടുത്തെ ഒരു പ്രശസ്തമായ കമ്പനിയുടെ പേരിൽ ഒരു ഫുഡിന് വിലക്കുറവാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റിൽ കണ്ടു. അദ്ദേഹം അതിന് ഫുഡ് ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു. രാത്രി 10:45 സംഭവം. ഫുഡ് ഓർഡർ ചെയ്തു മീൻസ് അതിനകത്ത് വന്നു. അതിനുശേഷം OTP വന്നു. ഈ OTP വരുന്ന സമയത്ത് പുള്ളിക്കാരൻ കമ്പ്യൂട്ടർ നോക്കി നിൽക്കുന്നതുകൊണ്ട് പുള്ളിക്കാരൻ്റെ വൈഫ് പിന്നിലുണ്ടായിരുന്നു. വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആ മൊബൈലിൽ വരുന്ന OTP പറയാൻ പറഞ്ഞു. പുള്ളിക്കാരി OTP പറഞ്ഞു കൊടുത്തു. വേറൊന്നും വായിച്ചില്ല, നേരെ OTP മാത്രം പറഞ്ഞു. നമ്മുടെ സ്ക്രീനിൽ മുകളിൽ OTP മാത്രം വരുമല്ലോ, നമ്മൾ ഓപ്പൺ ആക്കാതെ. ആ OTP നേരെ അടിക്കുന്നു. OTP അടിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളിക്ക് മൊബൈലിൽ മെസ്സേജ് വന്നു. ഈ മെസ്സേജ് വന്നപ്പോഴാണ് പുള്ളി പോയി നോക്കുന്നത്. സാംസങ് ഇത് നമ്മൾ വാലറ്റ് ഉണ്ടല്ലോ, അതിലേക്ക് ഇയാളുടെ ഈ കാർഡ് എൻട്രി ചെയ്ത് വെച്ചതാണ്. അതിനുശേഷം ഇയാൾ വീണ്ടും അതിലേക്ക് നോക്കുന്ന സമയത്ത് ഇയാൾ ഓൺലൈനിൽ കയറിയിട്ട് ഈ ചെയ്തിരുന്ന കാർഡ് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ അത് നടക്കുന്നതിന് മുമ്പേ തന്നെ 2500 ദിർഹംസ് പുള്ളിക്ക് നഷ്ടപ്പെട്ടു. ഈ 2500 പോയി. പിന്നെ പുള്ളി കോൾ ചെയ്തിട്ട് പെട്ടെന്ന് കാർഡ് ബ്ലോക്ക് ചെയ്തു. പക്ഷേ അതിനുശേഷം വീണ്ടും ഒരു ശ്രമം കൂടി 2500 നടന്നു. അത് പക്ഷേ വിഫലമായി എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ അടുത്ത് ഒരാളും OTP ചോദിക്കില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എല്ലാ ബാങ്കുകളും എല്ലാ രീതിയിലും പറയുന്നുണ്ട്. ഇതിന് ശേഷം വേറൊരു സംഭവം കൂടി ഉണ്ട്, ഞാൻ പറയാം ഈ കോളിന് ശേഷം. അതുകൊണ്ട് ബി കെയർഫുൾ. നമ്മളെ കയ്യിലുള്ള 1 ദിർഹംസ് ആണെങ്കിലും അത് നമ്മൾ അധ്വാനിച്ചിട്ടുള്ളതാണ്, അത് വേറൊരാൾ തട്ടിപ്പറിക്കാൻ കൊടുക്കല്ലേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഹലോ, നമസ്കാരം. ആരാ? പേര്? ശാന്ത. അല്ല, ഏർപ്പാട്ടായിരുന്നു. ശരി. അക്ഷരം? ശാന്ത. ശാന്ത എന്നുള്ള പേരിൽ വരുന്നൊരു പാട്ട് പറഞ്ഞു നിരഞ്ജ. L എന്നുള്ള അക്ഷരം ഓപ്പൺ ആകട്ടെ, നോക്കട്ടെ. ശാന്ത എന്നുള്ള പേരിലൊരു പാട്ട് പറഞ്ഞു. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. എല്ലാം ഓപ്പൺ ആക്കടാ. നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? L. ഞാൻ ടറാവണോ? പാട്ടിന്റെ പാലാഴിയാണ്. തോണിക്കുട്ടാ, തിരക്കായിരുന്നല്ലേ? പാട്ടിന്റെ പാലാഴിയാണ്. അപ്പൊ ശാന്തി ചേച്ചി ഇതേപോലെ തന്നെ പാട്ട് പാടണേ. ഞാനപ്പോ ഒരു വാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഒക്കെ തരും. അതിന്റെ ഒരു 7 പാട്ട് പാടിയാ മതി. ശരി, മനസ്സിലായില്ലേ? കണ്ടു, കാഴ്ച, കാണുന്നു, കാണുക എന്നുള്ള കാണലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാട്ടുകൾ 7 കണ്ണല്ല വേണ്ടത്. കാണുക, കണ്ടു, കാണുന്നു, കേൾക്കുന്നു എന്നില്ല. കാണൽ മാത്രം, കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. പക്ഷെ കണ്ണ് എന്നുള്ള വാക്ക് വേണ്ട. മാണിക്യക്കുയിലേ കറുമാസം കഴിഞ്ഞില്ലേ. ആഹാ, ഒന്ന് നല്ല രസമായിട്ട് പാടുകയും ചെയ്തു. മക്കളെ താരാട്ട് പാടി ഉറക്കാറുണ്ടല്ലേ? മക്കള് ഭാഗ്യവാന്മാരാണ്. ഞാൻ പാടുന്ന കേട്ടിട്ട് മക്കളൊക്കെ ഉറക്കം എണീക്കാറാ പതിവ്. ആ, എന്റെ പാട്ട് കേട്ടു. 5-6 മക്കളുണ്ടല്ലേ? 2 ഉള്ളൂ ഇപ്പൊ നിലവില്. വൈഫ് പ്രസവം നിർത്തി, ഞാൻ നിർത്തിയിട്ടില്ല. പറയൂ. അത് കേക്ക, എല്ലാരും കേക്കല്ലേ? പറയാ. അക്ഷരം അടുത്ത പാട്ട് പാട്. അടുത്ത പാട്ട്
എന്താ കേട്ടില്ല? കണ്ണാൻ തുമ്പി പോരാ. കണ്ണാൻ തുമ്പി അല്ല, കണ്ണ് എന്നല്ല, കാണൽ. ഇപ്പൊ നമ്മൾ കാണാനുള്ള പോലെ കണ്ണ്, കാണൽ, കാണുക, കാണുക, കണ്ടു, കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. ഓക്കെയാണ്. അടുത്ത പാട്, പെട്ടെന്ന് പാട്, സമയമില്ല. സമയം കണ്ടുപിടിക്കണ്ടേ? അതാണ് പ്രശ്നം, കണ്ടുപിടിക്കുക. അതല്ലേ കാണാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അയ്യോ, ഇതിനകത്ത് തന്നെ വേറൊരു പാട്ടും കൂടിയില്ലേ, അതിന്റെ സെക്കൻഡ് ലൈൻ ആണെന്ന് തോന്നുന്നു അല്ലേ അത് നിരഞ്ജ? ഇതിന്റെ സെക്കൻഡ് ലൈൻ കണ്ണാ പാലാഴി തിരയിലൊഴുകും ആലില കണ്ണാ. കണ്ണനല്ല, കാണലല്ലേ, കണ്ണൻ. കാണല്, കാണാ, കണ്ണാ. ലൈനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കണ്ണാലില കണ്ണ, അതിലെവിടെയാ കാണൽ? സിനിമയിലെ. ഓക്കെ, 3 അതിലുണ്ടോ നിരഞ്ജ? ഒന്ന് ചെക്ക് ചെയ്യണേ. അടുത്ത പാട്. അടുത്തത് കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിന്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു. അവിടെ എന്തോ ഒരു വെള്ളി അടിച്ചു, ഞാൻ പിടിച്ചു സംഭവം. 4 പാട്ടേ എത്തിയിട്ടുള്ളൂ, സമയം കഴിഞ്ഞു. അടുത്ത പ്രാവശ്യം സെറ്റ് ചെയ്യാൻ എന്തായാലും കേട്ടാ. അപ്പൊ കോമഡി ഒക്കെ ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ. പോയി അവൻ കട്ട് ചെയ്യും, എനിക്കറിയാം എന്നോടുള്ള ദേഷ്യം തീർക്കുന്നു. ഹലോ, ആരാ? ഞാൻ തന്നെ വിളിച്ചത് നേരത്തെ. ഹോൾഡിയാണ്. ഞാൻ തന്നെ വിളിച്ച നേരത്തെ ഇല്ല ഇവിടെ. ഓൺലി 1 കോൾ ഇൻ 1 ഡേ. നെക്സ്റ്റ് കോൾ നിങ്ങൾക്ക് തിങ്കളാഴ്ച വിളിക്കാം, പിന്നെ ചൊവ്വാഴ്ച വിളിക്കാം, പരാതിയില്ല. പക്ഷെ ഒരു ദിവസം തന്നെ 2 കോളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊന്നും പരാതി പറയും. എന്താ പേര്? അനസ്. അശ്ശേ, പറയണ്ടേ അനസ്? ഞാൻ വിചാരിച്ചു നേരത്തെ വിളിച്ച വിമലാണ് പിന്നെ വന്നത്. അനസ് എവിടെയാ? നാട്ടിലെവിടെയാ? ഞാന് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് എവിടെ? ട്രിവാൻഡ്രത്ത് തേക്കട. കേക്കടാന്നോ? ഞാൻ കേൾക്കണ്ടല്ലോ, പറ. തേക്കട. തേക്കട എവിടെയാ നിരഞ്ജ? നിരഞ്ജൻ ഇവിടെ മൊത്തം തിരുവനന്തപുരം മുട്ടി നടക്കാൻ പോയല്ല. നെടുമങ്ങാടിനപ്പുറാണോ? അല്ലല്ല, നെടുമങ്ങാട് ഇവരൊന്നും അറിഞ്ഞൂടപ്പ. ഓക്കെ, അക്ഷരം പറ. തേക്കട. തേക്കട ഇരിഞ്ചിയം. തേക്കട. ഇത് തേക്കട എന്ന് പറയുമ്പോ ശരിക്കും തേപ്പ് കിട്ടിയ ആൾക്കാരെല്ലാം കൂടി ഉള്ള സ്ഥലമാണോ? ഇല്ല, നമ്മള് തേക്കിന്റെ ബിസിനസ് ഉള്ള. ഓ, തേക്കട. അതെവിടെയാണ്? ഈ സ്ഥലം എവിടെയാണ്? ഇത് വെമ്പായത്തിനും പിന്നെ നെടുമങ്ങാടിനും ഇടയ്ക്കായിട്ട് വരും. MC റോഡ് അല്ലേ? അല്ലല്ല. ഈ നിരഞ്ജൻ ഒന്നും മിണ്ടായിരിക്കാവോ? നിങ്ങൾ അക്ഷരം പറഞ്ഞേ. ഞാനൊക്കെ കണ്ണൂരിലെ മുക്കും മൂലയും വരെ പറയും. അക്ഷരം പറ. നിരഞ്ജൻ ഒന്നും തിരുവനന്തപുരം ഒന്നും അറിഞ്ഞൂടെന്നേ. അറിയില്ല. പറ, അക്ഷരം പറ. എച്ച്. നിരഞ്ജനുള്ള വാക്കാണിത്. എച്ചില് കഥാപാത്രവും സിനിമ. ഞാൻ 2 ഡയലോഗ് പറയാം, അത് ഏത് സിനിമയിലാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ. എടുക്കട്ടെ. സിമ്പിൾ സാന്ദ്ര. എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി, അവൾ ഇവിടെ കിടന്ന് പെടഞ്ഞ് ഓക്കെ. സിനിമ ഗോഡ് ഫാദർ. പേര്? നടൻ എൻ പിള്ള. ഓക്കെ, റെഡി. അപ്പൊ അടുത്ത ചോദ്യേ, രണ്ടാമത്തെ. ടൈമർ ഇടാടാ, നീ എന്നെ തോപ്പിക്കോ? അടുത്തത്. അപ്പോൾ ഇനിയും 5-6 ദിവസം വെള്ളം ഇറക്കി നടക്കണമല്ലേ? ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും എന്റെ ഉപ്പാപ്പ. അല്ലല്ല, നമ്മുടെ കിളിച്ചുണ്ട മാമ്പഴം ശ്രീനിവാസൻ. സിനിമയെല്ലാം അരിച്ചു പെറുക്കി കണ്ടിട്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് വിളിച്ചത്. മാപ്പൊന്നും പറയണ്ട, പൊക്കോ. സമ്മാനം ഉണ്ടല്ലോ ഓൾറെഡി. ഒരു സമ്മാനം എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ടിക്കറ്റ് വിളിക്കുന്ന എല്ലാവർക്കും ആണ് കേട്ടോ. വിളിക്കുന്ന എല്ലാവരുടെയും പേരാണ് ലക്കി ഡ്രോയിലേക്ക് ടിക്കറ്റിന് വേണ്ടി പോകുന്നുണ്ടാവുക. വിളിച്ച് കണക്ട് ആയി നിങ്ങളുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റിനുള്ള സാധ്യത ഉണ്ടാവും. ഞാൻ ടിക്കറ്റിന് എന്തായാലും വെയിറ്റ് ചെയ്യും. ഷോ കണ്ടോണ്ടിരിക്കും. ഷോ ഒന്നുമില്ല, കാണാൻ ഒരു രസമല്ലേ? ഞാൻ ഇങ്ങനെ 1 മണിക്കൂർ തള്ളി മറിക്കല്ലേ നിങ്ങൾക്ക് വേണ്ടിട്ട്. അപ്പൊ അവിടുന്ന് കണ്ടൂടെ? തീർച്ചയായിട്ടും. താങ്ക് യു. സ്ഥിരം പ്രേക്ഷകനൊക്കെ എവിടെയാണോ എന്തോ. ഓക്കെ, ശരി. അടുത്ത ആളിലേക്ക് പോയി നോക്കട്ടെ. ഹലോ, നമസ്കാരം. ആരാ? നമസ്കാരം, സമദാണ്, അബ്ദുൾ സമദാണ്. എന്താണ് സമദ വിശേഷം? പറയും. ഇത് കാണുന്നില്ല, ഇതിന്റെ അകത്ത് വരുന്നില്ലല്ലോ. ടിവിയില് കംപ്ലൈന്റ് ഉണ്ടോ എന്തോ? ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ അക്ഷരം പറ. അക്ഷരം എനിക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഏതാ?
എ ഉണ്ടോ? എ ഉണ്ടല്ലോ, ഉണ്ട് ഉണ്ട് കാണുന്നില്ല. ഉണ്ട്. എ കൊടുക്കടാ. അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു സംസാരം. മധുരം മലയാളം, മലയാളത്തിൽ മാത്രം സംസാരിക്കുക. സമദ് ഒക്കെ റെഡി? അതെ, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. സമദ്, അപ്പോൾ ടി വി ഓണാക്കി വെച്ചിട്ടാണോ നിൽക്കുന്നത്, അതോ ടി വി ഉള്ള റൂമിൽ തന്നെയാണോ? അല്ലല്ല, വേറെ റൂമിലാണോ? അതെ. അപ്പൊ പിന്നെ എങ്ങനെ മനസ്സിലാവും ടി വി കിട്ടുന്നില്ല? കണ്ടു. എങ്ങനെ കണ്ടു? എപ്പോ കണ്ടു? ഇപ്പൊ കിട്ടുന്നില്ലേ? ഉണ്ട്. ഇപ്പൊ കിട്ടുന്നുണ്ടോ? ഉണ്ട്. എന്നെ ഞാൻ ഈ കയ്യിറക്കുന്നത് കാണുന്നുണ്ടോ? ഓക്കെ. ഇല്ല. ടി വിയുടെ അടുത്താണെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ല. ടി വി ഉള്ള റൂമിലാണോ അടുത്ത റൂമിലാണോ? ഉള്ള മുറിയില്. ടി വി ഉള്ള മുറിയിലാണ്. ഓക്കെ, വെരി ഗുഡ്. എവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത്? എന്തിലാ വർക്ക്? എടാ, ഈ ടൈമർ എന്ന് പറയുന്ന സാധനം ഒന്ന് ഇട്ട് തരുമോ നീ? ഇട്ട്. ഈ എവിടെയാ വർക്ക് ചെയ്യുന്ന സമയത്തെ? ദുബായ്. ദുബായിൽ തന്നെയല്ല എല്ലാവരും. നമ്മൾ ദുബായ് എന്ന് പറഞ്ഞാൽ പറ്റുമോ? നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലേ പറയാൻ പറ്റും എവിടെയാ വർക്ക് ചെയ്യുന്നത്. ദുബായ്, ദുബായ്ക്കാരനാ എന്നൊക്കെ. ഇവിടുന്ന് നമുക്ക് കമ്പനി ഉണ്ട്, പേരുണ്ട്, അഡ്രസ് ഉണ്ട് അല്ലേ? അതെ. പറ. ദുബായിലല്ലേ? ദുബായിൽ എന്തില്? ഒരു സ്ഥാപനത്തിൽ. യെസ്. അല്ലാണ്ട് പിന്നെ എന്തിലും വർക്ക് ചെയ്യോ? സ്ഥാപനം എന്താണ്? എന്താ വർക്ക് എന്താണ് സമുദായം? പറയ്. ഒരു ജോലി. പക്ഷേ അതല്ലാണ്ടിരിക്കില്ലല്ലോ. കാര്യങ്ങൾ പറ. നമ്മൾ കാര്യങ്ങൾ പറയാനും കാര്യങ്ങൾ കേൾക്കാനും അല്ലേ ഇരിക്കണത്. ഒരു ജോലി. അത് എന്ത് ജോലിയാണ്? എഴുതുന്ന ജോലി. എഴുത്തുകാരനാണോ? സിനിമയൊക്കെ എഴുതുന്നേ? അതെ. ഓക്കെ. ഈ സിനിമയൊക്കെ കാണാറുണ്ടോ? ഇല്ല. ഒരു സിനിമ ഇതുവരെ കണ്ടിട്ടില്ല? ഇല്ല. വെരി ഗുഡ്. ഭാര്യ ഉണ്ടോ? ഇല്ല. കല്യാണം കഴിച്ചിട്ടില്ല? ഉണ്ട്. അപ്പൊ പിന്നെ ഭാര്യ ഇല്ലെന്ന് പറഞ്ഞേ? നാട്ടില. ഭാര്യ നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ നിർത്തിയത്? കാരണം എന്താ? കുഞ്ഞായ നിർത്തോ വർക്ക്? എന്താ വർക്ക് ചെയ്തിരുന്ന വൈഫ്? വിദ്യാലയത്തില്. ടീച്ചറായിരുന്നോ? അതെ. അപ്പൊ പിന്നെ ഇപ്പൊ പോവാലോ ശരിക്കും. ഇപ്പൊ സ്കൂളൊക്കെ അടച്ച് ഇനിയിപ്പൊ തുറക്കുമ്പോ പോകൂലേ? ഇല്ല. അതിന് പോകുന്നില്ലെന്ന് തീരുമാനിച്ചു? ചിലപ്പോ. ഗൾഫിലേക്ക് വരാനുള്ള പ്ലാനാ? ഇല്ല. പ്ലാൻ ഇല്ല? ഇല്ല. എന്താ സമത് എന്തിലാ വർക്ക് ചെയ്യുന്നേ? ദുബായില്. എന്താണ് സമത്? എന്തിലാ വർക്ക് ചെയ്യുന്നതല്ലേ ചോദിച്ചേ? ആശുപത്രി. ഓക്കെ. എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത്? അക്കൗണ്ടന്റോ? അതെ. വെരി ഗുഡ്. ഓക്കെ. ഈ സമതിന്റെ റൂമിലപ്പോ ആരൊക്കെയുള്ള? ഫ്രണ്ട്സ് എത്ര പേരുണ്ട്? 9 പേരും ഒറ്റ കമ്പനിയാണോ അതോ വേറെ വേറെ കമ്പനിയോ? വേറെ ജോലി. ജോലി. അപ്പൊ എങ്ങനെ നിങ്ങൾ പരിചയം എങ്ങനെയാ? നാട്ടിൽ നിന്നുള്ള ഒരുമിച്ച് പഠിച്ചാണോ? ഒരേ സ്കൂളിലാണോ? അല്ല. പിന്നെ എങ്ങനെ പരിചയം? ഇവിടെ വന്നിട്ട് എങ്ങനെ പരിചയം? കണ്ട് പരിചയം. ശരി സമത്, എന്തായാലും വിളിച്ചതിൽ സന്തോഷം. വലിയ സന്തോഷമൊന്നുമില്ല, കൊറേ എണ്ണത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. ഹലോ. ആരാ? ഷഹാന. എന്താ ചെയ്യണേ? 4ാം ക്ലാസ്സിൽ. ആണോ? ആരെങ്കിലും ഉണ്ടോ അവിടെ ഹെൽപ്പ് ചെയ്യാൻ? എന്റെ ഉമ്മയും എന്റെ ബ്രദറും. രണ്ടുപേരും ഹെൽപ്പ് ചെയ്യില്ലേ? അത് ഇട്ടിട്ട് ഓടുവോ? ഇല്ല. എന്നാ ഏതാ അക്ഷരം? ഓ. താല്പര്യമില്ലാത്ത മധുരം മലയാളം കേട്ടാ മോളെ. ഹലോ. മധുരം മലയാളാണേ. ടി വിയിൽ ശ്രദ്ധിക്കല്ലേ മോളെ? ലൗഡ് സ്പീക്കർ ഇട്ടിരിക്കാണോ? ബ്രദറിന്റെ കയ്യിൽ കൊടുക്കാം. ശരി, ബ്രദറിന് കൊടുക്കൂ. ബ്രദർ, വാട്ട് ഈസ് യുവർ നെയിം? ഷെഹിൻ. എത്രാം ക്ലാസ് പഠിക്കാ? +1. റെഡി, ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ. മലയാളത്തിൽ മാത്രം സംസാരിക്കണേ. മലയാളത്തിൽ മാത്രം സംസാരിക്കണം. യെസ്, സ്റ്റാർട്ട് ചെയ്യാം. അംഗം തുടങ്ങട്ടെ. ടൈം സ്റ്റാർട്ട് നൗ. അനിയത്തി ഏത് സ്കൂളിലാണ് മോനെ പഠിക്കുന്നേ? വുഡ്ലം പാർക്ക് വിദ്യാലയത്തിൽ. രണ്ടുപേരും സെയിം സ്കൂളിലാണോ വേറെ വേറെ സ്കൂളിലാണോ? വേറെ വിദ്യാലയത്തിൽ. രണ്ടുപേരും ഒരേ സ്കൂളിലല്ല. അനിയത്തി മാത്രമേ ഉള്ളൂ? വേറെ ആരെങ്കിലും ഉണ്ടോ വീട്ടില്? ഇക്കാക്ക് എന്താ ചെയ്യുന്നേ? പഠിക്കുന്നു. എവിടെ? വിദ്യാലയത്തിൽ. ഏത് വിദ്യാലയത്തില്? പിള്ളേരെല്ലാം സമതിനെ പോലെ തട്ടിപ്പ് പഠിച്ചു. ഞാൻ പറ, ഏത് വിദ്യാലയത്തിലാ ഏട്ടൻ പഠിക്കുന്നത്? അജ്മാനിലുള്ള. നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര മണിക്കാ ബസ് വരുക? രാവിലെയാണ് വരുവാന്ന് എനിക്കറിയാം. രാത്രി ബസ് വരില്ലല്ലോ. രാവിലെ എത്ര മണിക്ക് വരും ബസ്? 7 മണി. 7 മണിക്ക് എല്ലാവരും ഒരേ സമയമാണോ ബസ്? ഒരേ ബസ്സിലാണോ പോണേ? അതെ. ഒരേ ബസ്സിലോ? ഒരേ സമയത്ത് ഒരുപാട് വണ്ടി വരും ഞങ്ങൾക്കുള്ള. എന്നിട്ട് നിങ്ങൾ എല്ലാരും ഒരുമിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും? അതെ. ഉമ്മ ഇപ്പൊ ഒന്നും കൊണ്ടുവിടാൻ വരൂല? ഇല്ലില്ല. നിങ്ങൾ തന്നെ തന്നെത്താൻ പോവും?
അപ്പൊ എവിടെ താമസം അജ്മാനിലോ? അല്ല, ദുബായിലാ. ദുബായിന്ന് സ്കൂൾ എവിടെയാ? എന്റെ വിദ്യാലയം ദുബായിലാണ്. എന്റെയും എന്റെ അനിയത്തിന്റെയും വിദ്യാലയം ദുബായിൽ തന്നെയാണ്. ആ മറ്റേ ഏട്ടന്റെ സ്കൂളോ? അജ്മാലി. അപ്പൊ അവൻ എങ്ങനെ പോകുന്നത്? ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഓ, അവൻ കോളേജിൽ പഠിക്കാണോ? അതെ. +2 കഴിഞ്ഞിട്ട് പോവാണ്? അതെ. ഡിഗ്രിയാ? അതെ. അപ്പൊ ആള് സ്വന്തമായിട്ട് ബസ്സിന് പോയിക്കോളും? പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യും? ഉപ്പ എവിടെ വർക്ക് ചെയ്യുന്നത്? ദുബായിൽ തന്നെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുക. സ്ഥാപനത്തിൽ ജോലി ചെയ്യുക. ഞാൻ കേട്ടിട്ടില്ലേ? അപ്പോ അവിടെ എല്ലാരും ചിരിക്കുന്നുണ്ടാ? എന്താ ചിരിക്കണ്ടാ? അനിയത്തിയും ഉമ്മയും ചിരിക്കണ്ടാ? എന്നാ ഫോൺ വെച്ച് നീയും ചിരിച്ചോ, ഞാനും കുറച്ച് സമയം ചിരിക്കട്ടെ. ഓക്കെ. കളിയാക്കാൻ പാടില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. നീ അടുത്ത ആൾ പോയോട്ടെ. നമസ്കാരം, താങ്കൾ വിളിച്ചിരിക്കുന്ന കളിക്കളം എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്കാണ്. ആരാണിത്? ഫാത്തിമയാണ്. ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കൽബിനുള്ളിൽ ഫാത്തിമ എന്നുള്ള ഗാനം താങ്കൾക്ക് ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതാ? ഫാത്തിമ എന്ത് ചെയ്യുന്നു? ഞാന് വർക്ക് ചെയ്യുന്നില്ല, വീട്ടിലാണ്. അതെന്താ വർക്ക് ചെയ്യാത്ത? ഇഷ്ടമല്ല? ഇഷ്ടമൊക്കെയാണ്. ശമ്പളമൊക്കെ കൊണ്ടുവരുമ്പോ ഒരു സുഖം ഉണ്ടാവില്ലേ? ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ട് ശമ്പളം തരുവോ? അതില്ല, കയ്യിൽ വെച്ചോ, നീ ഒരു 2 ദിവസം വെച്ചോ, നാളെ എനിക്ക് തിരിച്ചെന്നാന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ തരും. സുന്ദരം. എന്തൊക്കെയോ സോപ്പിടാൻ വേണ്ടിട്ടാ. ഞാനും അങ്ങനെയാ. ഈലേതാ അക്ഷരം എടുക്കണേ? ഈ ഉണ്ട്. ഫാത്തിമ എവിടെയാ നാട്ടില്? എറണാകുളത്താണ്. എറണാകുളം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ? ഇപ്പൊ എറണാകുളം. സച്ചു എറണാകുളത്തല്ലേ? സച്ചോട്ടാ കാക്കനാടാ? ഓക്കെ. തിങ്കൾ ചൊവ്വ ബുധൻ നമ്പർ. അതെ. തിങ്കൾ എന്ന് പറയുമ്പോൾ ട്യൂസ്ഡേ എന്ന് പറയണം, ട്യൂസ്ഡേ എന്ന് പറയുമ്പോൾ ബുധൻ എന്ന് പറയണം, ബുധൻ എന്ന് പറയുമ്പോൾ തേഴ്സ്ഡേ എന്ന് പറയണം, തേഴ്സ്ഡേ എന്ന് പറയുമ്പോൾ ഫ്രൈഡേ എന്ന് പറയരുത്, വെള്ളി എന്ന് പറയണം, വെള്ളി എന്ന് പറയുമ്പോൾ സാറ്റർഡേ എന്ന് പറയണം. ഞാൻ എന്താണോ പറയുന്നത് അതിന്റെ നെക്സ്റ്റ് പറയണം. പ്ലസ് ഇതിന്റെ ഇടയിൽ നമ്പറും ഉണ്ടാവും. 3 എന്ന് പറയുമ്പോൾ 4 എന്ന് പറയണം, 4 എന്ന് പറയുമ്പോൾ 5 എന്ന് പറയണം കേട്ടാ. രണ്ടും ഉണ്ട്. എന്താണ് ബാബേട്ട നിങ്ങൾ ഇങ്ങനെ കാണിക്കണത്? എന്നെ ബ്ലറാക്കി കാണിക്കല്ലേ, അല്ലെ ഗ്ലാമർ ഒക്കെ പോവൂലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശരിയാക്കും. ഇപ്പൊ ആ റാഫിനെ വിളിക്ക്. ആ ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുത്ത് റാഫിക്ക് കൊടുത്തിട്ട് അവനോട് ശരിയാക്കാൻ പറയും. അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശരിയായി. റാഫി അങ്ങനെയാ, സ്ക്രൂ ഡ്രൈവർ ആയിട്ട് ഇറങ്ങിയാ പിന്നെ അപ്പം റെഡിയാവും. ഓക്കെ, അപ്പൊ തുടങ്ങാം. ടോണി, ടൈം അവന് ടൈം ഇടാൻ ടൈമില്ല. ഓക്കെ. തിങ്കൾ, തിങ്കൾ, ട്യൂസ്ഡേ, വെനസ്ഡേ, വ്യാഴം, വെള്ളി, സാറ്റർഡേ, 1, 2, 3, 4, സൺഡേ. ഒന്ന് ഫാസ്റ്റ് ആക്കണേ, നമുക്ക് പെട്ടെന്ന് തീർക്കണ്ടേ. 2 മിനിറ്റ് അല്ലേ ഉള്ളൂ. 4, 5, പെട്ടെന്ന് ഹസ്ബൻഡിനോട് മാറിയിക്കാൻ പറ. 6, അവിടെ വന്ന് തൊട്ടടുത്ത് നിന്നിട്ട് അവിടെ മാറിയിക്കാൻ പറ. ഒന്ന് ഒറ്റക്ക് മത്സരിച്ചോട്ടെ. പറ. 7, 8 പറ. 7, 8. ആ പുള്ളിക്കാരൻ അവിടെ വന്ന് നിന്നപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു പുള്ളി മിണ്ടിയോ ഔട്ടാവുന്നു. പറയുന്നത് അതാണ് റാഫി. ആ ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുത്ത് ശരിയാക്കിയത്. ഓക്കെ, അടുത്ത പ്രാവശ്യം ശരിയാക്കാം. നമുക്ക് തിങ്കളാഴ്ച കണ്ടുമുട്ടാം. തോറ്റ് 7 പറഞ്ഞ 8 പറഞ്ഞ ഔട്ടായി. 7 എന്നിട്ട് ഞാൻ പറഞ്ഞു 8 എന്ന് പറയാന്ന് പറഞ്ഞു. അതെന്നെ പറഞ്ഞു. 7 അല്ല 7 പറഞ്ഞേ. 7, 7 പറയുന്നത് കേൾക്കുന്നില്ല. ടൈമർ ഞാൻ എന്തായാലും ശരിയാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. എടാ ടോണി,
ഒന്ന് വിളിച്ചു പറയാമോ? ഇതെന്നിട്ട് കഷ്ടപ്പെടുത്തിയില്ല. ഇല്ലപ്പ കുഴപ്പമില്ല. അത് ഇന്ന് ബിരിയാണിയാണോ ഉണ്ടാക്കിയേക്കുന്നത്? ചപ്പാത്തിയും ചിക്കൻ കറി? ഇല്ല ഇല്ല, ഒന്നും ഉണ്ടാക്കിയില്ല. എന്താ പട്ടിണിയാ? ആ പക്ഷെ എന്തായാലും ലക്കി ഡ്രോയില് പോയിട്ടുണ്ട് കേട്ടാ. സിനിമ കാണാനുള്ള ടിക്കറ്റിന്റെ ലക്കി ഡ്രോയില് പോയിട്ടുണ്ട്. വേണ്ട, തന്നേക്കോ പ്ലീസ്. അങ്ങനെയൊന്നും തരാൻ പറ്റില്ല, ഇവിടെ അഴിമതിയില്ല. നമ്മൾ സുതാര്യമായി നടത്തുന്ന ഒരു സ്ഥാപനമല്ലേ ഞാനും ബാബേട്ടനും കൂടിയിട്ടല്ലേ. ബാബേട്ട അങ്ങനെ തരൂല, അത് അങ്ങനെ ഒരു പരിപാടിയില്ല ബാബേട്ട. നമുക്ക് അങ്ങനെ ഒരു ഇടപാടില്ല കേട്ടോ. നമുക്ക് അങ്ങനെ ആർക്കും നമ്മൾ അങ്ങനെ ഇതില്ല. നമ്മൾ ഇവിടെ നെറുക്കിട്ടെടുത്ത് സുതാര്യമായ രീതിയിലുള്ള പരിപാടിയുള്ളൂ, അല്ലാണ്ടുള്ള പരിപാടിയൊന്നുമില്ല. ഇനി അഥവാ ഇവർക്ക് സമ്മാനം കിട്ടിയാൽ എന്നാ കുറ്റം പറയരുത്. നമ്മൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് നിങ്ങളെല്ലാം ഒന്ന് സന്തോഷിപ്പിച്ച് അങ്ങനെ പോകുന്ന ഒരാളാണ്. തത്തക എൻ്റെ കല്യാണ കേസിലുണ്ടായ കുറേ പാട്ടുകളിലൊരു പാട്ടാണ് കേട്ടോ. അതെന്നെ ഇങ്ങനെ കാണിച്ചിട്ട് തത്തകളെത്തി തത്തും കല്യാണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ 2010 ഇറങ്ങിയ പല കല്യാണത്തിനും ഈ സാധനമാണ്. കല്യാണ കേസറ്റിനകത്ത് ഇടുന്ന പാട്ടുകൾ ഒരു രസമാണ്. നമുക്ക് ആ പാട്ടിങ്ങനെ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണെന്ന് ചോദിച്ചാൽ, വണ്ടിയിൽ പോയി നമ്മൾ കല്യാണ കേസ് ഞാൻ ഒട്ടുമിക്ക സമയങ്ങളിൽ എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്കും മക്കളുടെ ബർത്ത്ഡേക്കും ഞാൻ എൻ്റെ വീട്ടിൽ കല്യാണ കേസ്റ്റ് ഇടും. എൻ്റെ 2 CD ഉണ്ടെങ്കിൽ 1 CD മാത്രമേ കാണുന്നുള്ളൂ. സെക്കൻഡ് CD കല്യാണം കഴിക്കുന്ന CD, തലേന്നത്തെ കാണാനില്ല. വൈഫിൻ്റെ തീരെ കാണാനില്ല, 2 കാണാനില്ല. അപ്പോൾ ഈ കേസറ്റ് ഇങ്ങനെ കേട്ട് ആ പാട്ടുകളൊക്കെ കേട്ട് ശീലമായതുകൊണ്ട് വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിങ്ങനെ മെമ്മറിയിലേക്ക് വരും. നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറുണ്ട്? കല്യാണ കേസറ്റ് ഇങ്ങനെ ഓർമ്മകളിൽ ഇങ്ങനെ അലയടിക്കുന്ന പോലെ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്, വല്ലാത്തൊരു സുഖമാണ്. നമ്മൾ ആ കല്യാണം കഴിയുന്ന ആ നിമിഷം, ഇത് മുല്ലപ്പൂവിൻ്റെയൊക്കെ ഒരു മണവും, പിന്നെ എന്താ പറയുക, ഞാൻ കല്യാണം കഴിച്ചത് ഒരു ഏപ്രിൽ മാസമായിരുന്നു. നല്ല ചൂട്ട് പൊള്ളുന്ന ചൂട്. ഏപ്രിൽ 18 എൻ്റെ ഫുള്ള് കല്യാണം കംപ്ലീറ്റ് ഇതാണ് കേട്ടോ, സിനിമയാണ്. എൻ്റെ കല്യാണം ഏപ്രിൽ 18 സിനിമാ പേരാണ്. മുഹൂർത്തം 10:30 അതും സിനിമാ പേരാണ്. വിവാഹം വധൂഗ്രഹത്തിൽ അതും സിനിമാ പേരാണ്, കംപ്ലീറ്റ് സിനിമാ പേരാണ്. അതാണ് നമ്മൾ. എന്നിട്ട് ഞാനിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സിനിമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സ്റ്റെപ്പ് എവിടെയാന്ന് കാണുന്നില്ല. ഹലോ, ആരാ? ഹാജർ വെച്ചിട്ട് പോയിക്കോളൂ. എത്രാം ക്ലാസ്സിലാ? 9th. നമ്മളെ നാട്ടിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. നാട്ടിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, എൻ്റെ ഒക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചർ വരുമല്ലോ രാവിലെ 1ാം ക്ലാസ്സിലൊക്കെ. അപ്പൊ ടീച്ചർ വന്നിട്ട് ഹാജർ വിളിക്കാന്ന് മറ്റൊരു പരിപാടി ഉണ്ട്, കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെ പ്രസന്റ് സാർ എന്ന് പറയുന്നില്ലേ? എന്നാൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താണെന്നറിയോ? സനീഷ് ഹാജർ, നിരഞ്ജൻ ഹാജർ, ടോണി ഹാജർ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു നമ്മളെ ചെറുപ്പത്തില്. ഇപ്പൊ വീട്ടിലാരൊക്കെയുള്ള ഉപ്പി ഉമ്മിയില്ലേ, അവരോട് ചോദിച്ചാൽ മതി. അപ്പൊ അവർക്ക് അന്നേരം അത് പറയാൻ പറ്റും, നമ്മളെ കൂടെ പഠിക്കുക. അപ്പൊ ചില കുട്ടികൾ നമ്മളെ കൂടെയുള്ളവര് കുറച്ച് ലേറ്റായി വരും. ചിലപ്പോൾ ഒരു പീരീഡൊക്കെ കഴിഞ്ഞ് വരികയാണെങ്കിൽ നമ്മൾ ഇപ്പുറ സൈഡിൽ നിന്ന് ഹാജർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കും. പക്ഷെ ടീച്ചർ വന്നിട്ട് ഇത് എടുത്തതിന് ശേഷം ഒരു എണ്ണലുണ്ട്, ആ എണ്ണലിൽ പിടിക്കും. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നിങ്ങളുടെ പരിപാടി? ടീച്ചർ വന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ഹാജറ പ്രസന്റ് ടീച്ചർ എന്ന് പറയോ? ഈ രാവിലെ എല്ലാരും വരുമ്പോ തന്നെ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയുന്ന സാധനം ഉണ്ടോ? ഗുഡ് മോർണിംഗ് മാം. ക്ലാസ്സിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ ഗുഡ് മോർണിംഗ് മാം എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ പഠിക്കുമ്പം ഇതേപോലെ തന്നെ ഗുഡ് മോർണിംഗ് ഒന്നുണ്ടെന്ന് തോന്നുന്നു. അത്രയൊന്നും ഇല്ല, ഗുഡ് മോർണിംഗ് ഒന്നും ഇല്ല, എന്തോ ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ഈ സ്കൂളിൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ബെഞ്ചും ഡെസ്കുമാണ്, അറിയാലോ. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ബെഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. 4ാം ക്ലാസ് മുതലാണ് നമുക്കൊരു ഡെസ്ക് കിട്ടി തുടങ്ങുക. നമുക്ക് പുസ്തകമൊക്കെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഒരു സാധനമുണ്ട്. നാട്ടിൽ പോകുമ്പോൾ ഉപ്പയുടെയും ഉമ്മയുടെയും പഠിച്ച സ്കൂളിൽ പോകണം. അത് അവര് വലിയ ക്ലാസ് പഠിച്ച സ്കൂളിലല്ല, 1ാം ക്ലാസ് മുതൽ പഠിച്ച സ്കൂളിൽ പോകണം. ഈ അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ പോണോട്ടാ. എന്നിട്ട് ഉപ്പാനെയും ഉമ്മാനെയും പഠിപ്പിച്ച ടീച്ചേഴ്സ് ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് മോള് പോയിട്ട് ചോദിക്കണം എന്റെ ഉപ്പ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഇതാ ശരി. അപ്പൊ ഇനി അക്ഷരം പറ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, പിരിച്ചുവിട്ടിരിക്കുന്നു. അക്ഷരം പറ. അയ്യേ. ഉപ്പ അവിടുന്ന് പറഞ്ഞിരുന്നുണ്ടോ എന്തെങ്കിലും? ഇല്ല. ഓക്കെ, നല്ല ഉപ്പ. ഐ എടാ ഐ എന്താ അറിയില്ല, ചുമക്കുണ്ടല്ലോ ഇവൻ, എന്നെ കൊണ്ട് ചുമപ്പിച്ച് കൊല്ലു. ഇതെന്താണ് സംഭവം? എന്താണ് മോളെ? പാട്ട് പാടുന്ന ഒരു പരിപാടിയാണ് വന്നിക്കണത്. പാട്ട് പാടുവോ? ഇല്ല. പാട്ടിന്റെ പാലായി ഞാനൊരു സിമ്പിൾ സാധനം തരാം.
മോള് 7 പാട്ട് പാടണം. ജയിക്കാൻ വേണ്ടിട്ട് തരുന്നതാണ്. പക്ഷെ പാട്ടായി തന്നെ പാടിയാലേ സമ്മാനം തരുള്ളൂ. മോള് 7 മാപ്പിളപ്പാട്ട് പാടിയാൽ മതി. 7 മാപ്പിളപ്പാട്ട്. പക്ഷെങ്കിൽ മാപ്പിളപ്പാട്ടായിരിക്കണം, സിനിമാ പാട്ടാവരുത്. സിനിമയിലുള്ള മാപ്പിളപ്പാട്ട് പാടിക്കോ. നമ്മളെ പുറത്തുനിന്നുള്ള ആൽബം സോങ്സ് വേണ്ട. പാടി തുടങ്ങട്ടെ? തുടങ്ങിക്കോ, സമയം തുടങ്ങി. ആരംഭിക്കട്ടെ. പാട്. പാട്ടായി തന്നെ വരണം. ഒരു ഇത് സിനിമാ പാട്ടാണോ? അല്ല, മാപ്പിളപ്പാട്ട്. സിനിമയിലുള്ള മാപ്പിളപ്പാട്ട്. എടാ ഒന്ന് ടൈമർ ഒന്ന് കട്ട് ചെയ്തിട്ടടാ, ഒരു പാവല്ലേ. നമ്മുടെ സിനിമയിലുള്ള മാപ്പിളപ്പാട്ടുകൾ. എന്തുവാ നമ്മള് സുലൈല മഞ്ചിലുണ്ട്, എത്ര സിനിമയിലുണ്ട്. ഇപ്പൊ വരുന്ന പിന്നെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി, അതിനകത്തുണ്ട്. കൽബിലെത്തി. തീയല്ല, കൽബിലെത്തി എന്നാണ്. കൽബിലെത്തി പാടണം. ഷോ ആ കണ്ണൂർ കോട്ടയെന്ന് പാടുന്ന ഒരു പാട്ടില്ലേ ജയറാമിന്റെ, അത് സിനിമാ പാട്ടല്ല, അത് താജുദ്ദീൻ വടകര പാടിയതാണ്. പക്ഷെ അത് നമുക്ക് വേണമെങ്കിൽ സിനിമയിൽ ഉണ്ടായിരുന്നു, നമ്മുടെ ബസ് കണ്ടക്ടറിൽ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം കൊടുത്തിട്ടില്ല, എന്നാൽ ഇപ്രാവശ്യം അത് തരാം. പോട്ടെ, ഒന്നും ഇല്ലാണ്ട് പോകണ്ടല്ലോ. കൊണ്ടൊന്ന് ജയറാമിന്റെ കണ്ണൂർ കോട്ടയം എന്നുള്ള പാട്ട് മനസ്സിൽ നിന്ന് ഒരിക്കലും മറക്കൂ. പാട്. ആരാരും മനസ്സിൽ നിന്ന് ഒരിക്കലും മറക്കില്ല. ഓക്കെ, 2. പോട്ടെ സാറില് പോട്ടെ. പിന്നെ മലക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും എന്തിന് വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട്. ഓക്കെ, 3 പാട്ട്. ഉമ്മയാണോ പാട്ടുകാരി? എന്ന് ഉമ്മയോട് മുഖ്യധാരയിലേക്ക് വരാൻ പറയൂ. ഉമ്മയുടെ കൂടി ചേർന്ന് പാടാൻ പറയാം. ഇപ്പൊ ഒരു കോറസ് ആയിട്ട് പാടാലോ. വേം പാട്, അടുത്ത പാട്ട്. 3 ആയിട്ടുള്ളൂ. ദൈവമേ, ഞാൻ നിർത്തി. ഇങ്ങനെ നല്ലത് ഉപ്പാടുത്ത് വന്ന് നേരെ പാടാൻ പറ. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മിഴിയിട ഞാൻ തുറക്കുമ്പോൾ. ഓക്കെ, 4. അവിടെ ഇന്ന് വീട്ടിൽ മൊത്തം എന്തെങ്കിലും ഫുള്ള് മാപ്പിളപ്പാട്ടായിരിക്കും. അമ്മയടുത്ത് പാടാൻ പറ അടുത്ത് വന്നിട്ട്. 4 പാട്ട്. ഓ സൈനബ, അഴകുള്ള സൈനബ, മെഹർബാ മെഹർബാ. ഈ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. തോറ്റ് ഞാൻ ജയിച്ച്. പിന്നെയും ഉമ്മ പാടൂലേ നന്നായിട്ട്? പിന്നെ എന്താണ് പാടായിരുന്നത്? കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് ശരിയാക്കാം. ഇപ്പൊ പാടിയിട്ട് ജയിച്ചില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഞാൻ ആ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്നുള്ള സിനിമയുടെ ടിക്കറ്റിനുള്ള ലക്കി ഡ്രോയിൽ പേരിട്ടിട്ടുണ്ട് എന്തായാലും. ഓക്കെ, മാത്രമല്ല ഈ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്നുള്ളതിൽ ഒരു അടിപൊളി ഒരു മാപ്പിള പാട്ടുണ്ട് കേട്ടോ. അത് എനിക്കൊന്ന് ഈ സിനിമ ഇറങ്ങുന്നതിന് കുറേ മുമ്പേ അത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സാജു നവോദയ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അർജുൻ അശോക്, ഇങ്ങനെ നമ്മുടെ ഭ്രമയുഗത്തിന് ശേഷം അർജുൻ അശോകിന്റെ വരുന്ന സിനിമ ഇതാണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലേ നിരഞ്ജേട്ട? ഇതിലല്ലേ, ഇതിനു മുമ്പ് വേറെ സിനിമയൊന്നും അർജുൻ അശോകിന്റെ റിലീസ് ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു എന്താണ് കുറച്ച് ഭ്രമയുഗത്തിന് ശേഷം അർജുൻ അശോകിന്റെ ഒരു സിനിമ വരുന്നത് ഇനി ഇതാണ്, ഭ്രമയുഗം. അപ്പോൾ അങ്ങനെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് ഷൈൻ ടോം ചാക്കോൻ്റെ എന്നുള്ള പല ഇൻ്റർവ്യൂസിലും കണ്ടിട്ടുണ്ട്. സാജു നവോദയം നല്ലൊരു വേഷം അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കലാകാരന്മാർ അണിനിരക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നാദശൊക്കെ ആകുമ്പോൾ ആർട്ടിസ്റ്റുകളുമായിട്ട് ഭയങ്കര ബന്ധമുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ ആൾക്കാർക്കും ആണ്. പക്ഷെ എന്നാൽ പോലും ഈ സംഗീതമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്, അതായത് സ്റ്റേജ് ഷോസുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഒരുപാട് അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെ പരിചയം ഉണ്ടാവും. ഹലോ, പുള്ളിക്ക് ആരെ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവും. ഹലോ ഹലോ, ആരാ? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി എന്ത് ചെയ്യുന്നേ? ഞാൻ വർക്ക് ചെയ്യാണ്. എവിടെ? ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്യാണ്, സൈബർ സെക്യൂരിറ്റിയിൽ. സത്യമായിട്ടും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സൈബർ സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ശ്രീലക്ഷ്മി ഹലോ ശ്രീലക്ഷ്മി, കേക്കാലോ? ശ്രീലക്ഷ്മി, എനിക്കൊരു സംശയമുള്ളത് വളരെ സീരിയസ് ആയിട്ട്. നമ്മുടെ ഒരാളുടെ പൈസ ഏതെങ്കിലും വിധത്തിൽ ഇതുപോലെ സ്കാം നടന്നു കഴിഞ്ഞാൽ
ആ പൈസ തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതിന് എന്താണ് ചെയ്യേണ്ടത് ശരിക്കും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്? തിരിച്ചു കിട്ടുക എന്നുള്ളത് അത് ഫ്രം എ യൂസർ പെർസ്പെക്റ്റീവിലാണ് ആ എറർ നടന്നേക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു OTP ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ കാർഡ് നമ്പർ പറഞ്ഞു കൊടുത്ത് അതിന്റെ CVV പറഞ്ഞു കൊടുത്ത് ഷെയർ ചെയ്ത് നടക്കുന്ന ഫ്രോഡ്സിന് അത് തിരിച്ചു കിട്ടാനുള്ള നിർവാഹമില്ല. അത് ബാങ്ക് അവരുടെ ഇല്ല, യൂസറിന്റെ കയ്യിൽ നിന്ന് വരുന്ന ഒരു പിഴവിനെ ഒരിക്കലും ബാങ്ക് അവരുടെ പിഴവായിട്ട് ഏറ്റെടുക്കില്ല. അതായത് ഒരു ഫ്രോഡ് സൈറ്റിൽ പോയിട്ട് നിങ്ങൾ നടത്തുന്ന ട്രാൻസാക്ഷൻ ആയാൽ പോലും ഒരിക്കലും അത് ബാങ്ക് ആക്സെപ്റ്റ് ചെയ്യില്ല. ബട്ട് നമ്മളിപ്പോ ഒരു ATM ന്ന് നമുക്ക് പൈസ കിട്ടാതെ വരിക, അല്ലെങ്കിൽ ബാങ്കിന്റെ ട്രാൻസാക്ഷൻസിൽ എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്നുള്ള എറേഴ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അനുഭവം ഉണ്ടല്ലോ, വിത്തിൻ 3 days or within 48 hours that money will come back to our account. അത് അവരുടെ മിസ്റ്റേക്ക് ആണ്. ബട്ട് റാദർ ദാൻ ബാക്കി എല്ലാ ഫ്രോഡ് ട്രാൻസാക്ഷൻസിന്റെയും ഒരു വിധത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ യൂസറിന്റെ ഒരു മിസ്ബിഹേവിയോ നമ്മൾ ചെയ്യുന്ന എറേഴ്സ് ആയിരിക്കും. ആൻഡ് ബാങ്ക് വിൽ നെവർ ഗിവ് ദാറ്റ്, അല്ലെങ്കിൽ അവർക്ക് അതിന് നിർവാഹം ഇല്ല. ഇപ്പോ നമ്മുടെ ഒരു ഏറ്റവും കൂടുതൽ ഇപ്പൊ സ്കാം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ UAE പാസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു കോൾ വരുന്നു, UAE പാസ് ഓപ്പൺ ചെയ്യാൻ പറയുന്നു. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്ക് പോകുന്നു. ഇന്ന് സംഭവിച്ചാണ് എൻ്റെ കൂട്ടുകാരന്. ആ വെബ്സൈറ്റിലേക്ക് പോയതിന് ശേഷം നോക്കുന്ന സമയത്ത് അതിനകത്ത് എന്തോ ഒരു 3 പിന്ന് വന്നു. ആ പിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം OTP അവർ ചോദിച്ചു. അവർ ആ സമയത്ത് കോൾ ചെയ്തിട്ടാണ് ഇതെല്ലാം ഓപ്പൺ ആക്കാൻ പറയുന്നുണ്ടായിരുന്നത്. ഈ 4 നമ്പർ OTP കൊടുത്തില്ല. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ 800 ദിർഹംസ് ഇന്ന് പോയി അക്കൗണ്ടിൽ നിന്നും, ക്രെഡിറ്റ് കാർഡിൽ നിന്നല്ല അക്കൗണ്ടിൽ നിന്നും. അത് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടോ? OTP കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ വരുന്ന നമ്പറാണ് അവർക്ക് വേണ്ടത്. OTP അവർ ചിലപ്പോൾ അതിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ആസ്ക് ചെയ്തത് മാത്രമായിരിക്കും. അവരുടെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ആ 3 പിന്നിൽ പോയിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ആ 3 നമ്പർ ക്ലിക്ക് ചെയ്താൽ പോലും നമുക്ക് അതിന് സാധ്യത കുറവാണ്. ഡെഫിനറ്റ്ലി അവർ പറയുന്ന നമ്പർ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലൈക്ക് വി ആർ ആക്സെപ്റ്റിംഗ് ദാറ്റ് ആ ഒരു ട്രാൻസാക്ഷൻ. നമുക്ക് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു കോള് നമ്മൾക്ക് ഓതറൈസ്ഡ് സൈഡിൽ നിന്നും വരില്ല എന്നുള്ളത് കൺഫേം അല്ലേ? നമ്മുടെ OTPയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അങ്ങനെയൊന്നും ഒരിക്കലും വരില്ല. അങ്ങനെ ഒരു ഓതറൈസ്ഡ് ട്രാൻസാക്ഷൻസിന് ഒരിക്കലും വരില്ല. ആക്ച്വലി ഓതറൈസ്ഡ് ട്രാൻസാക്ഷൻസ് നമ്മളെപ്പോഴും ഇൻ പേഴ്സൺ ടൈപ്പിംഗ് സെന്റേഴ്സിൽ, ശരിയാണ്, UAE പാസ് ഇപ്പൊ ഭയങ്കര വൈഡ്ലി യൂസ് ചെയ്യുന്ന സാധനമാണ്. ഈവൺ ഒരു നോർമൽ ട്രാൻസാക്ഷൻസിന് നമ്മളുടെ വിസ പ്രോസസ്സിന് പോലും UAE പാസ് വേണം. ബട്ട് ദാറ്റ് യു ഷുഡ് ഡു ഇൻ പേഴ്സൺ. അതൊരു ടൈപ്പിംഗ് സെന്ററിൽ വെച്ച് ചെയ്യണം എന്നുള്ളതാണ് എപ്പോഴും അതിന്റെ ഒരു എക്സാക്ട് വേ. അല്ലാതെ ഒരിക്കലും നമ്മളൊരു അകലത്തിലിരുന്ന് UAE പാസ് ആക്സെപ്റ്റ് ചെയ്യരുത് ഫോർ എനി ട്രാൻസാക്ഷൻസ്. താങ്ക് യു വെരി മച്ച്. ഒരുപാട് സന്തോഷം, നല്ല ഇൻഫർമേഷൻ. കാരണം 2 ദിവസം മുമ്പ് ഒരാൾക്ക് പോയി, അതിനുശേഷം ഇന്നും ഒരാൾക്ക് പോയി. അങ്ങനെ അത് കേൾക്കുമ്പോൾ ഒരു വിഷമമാണ്. കാരണം ഇത് ഒക്കെ പോകുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ ഫ്രണ്ടിനൊക്കെ 30,000 ഒക്കെയാണ് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പോയിട്ടുള്ളത്. സോ അതാണ് സങ്കടം. നമുക്കൊന്ന് കുറച്ചൊന്ന് സന്തോഷിക്കാം. അക്ഷരം പറയൂ. അക്ഷരം ഐ വിൽ ഗോ വിത്ത് P. യെസ്. ശ്രീലക്ഷ്മി എവിടെയാ നാട്ടില്? തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂരാണെങ്കിൽ ആക്കാപ്പയാണ്. ആ കാപ്പ എന്നുള്ള 3 അക്ഷരത്തിൽ ഒരക്ഷരം തിരഞ്ഞെടുക്കാം. ഈ തിരഞ്ഞെടുക്കുന്ന അക്ഷരം പിന്നീട് നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ വരാൻ പാടില്ല. OTP തരുന്നതിനേക്കാളും കഷ്ടമാണ് ഇത്. ഏതാ? പായോ? പാ. അപ്പൊ പാ പി പൂ പിർ പം പ പറയാൻ പാടില്ല. ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ശ്രീലക്ഷ്മി സൈബർ സെൽ സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്കതൊന്നും ഒരു പ്രശ്നമില്ല, ഞാൻ ഔട്ടാക്കും. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, 2 മക്കൾ. 2 മക്കള്. ഹസ്ബൻഡോ? ഞാൻ ഡിവോഴ്സ്ഡ് ആണ്. മക്കൾ എന്താ ചെയ്യുന്നത്? എത്രാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്? 5ല്. 5ൽ എന്ന് പറയുന്നതിനകത്ത് പായില്ലാത്തോണ്ട് രക്ഷപ്പെട്ടു. ഒരാള് 5ല്, പിന്നെ ഒരാള്? ഇരട്ട കുട്ടികളാണ്. 2 പേരും 5ാം ക്ലാസ്സില്. അതെ. ഈ പൊതുവെ പറയുന്നത് കാരണം ഒരാൾക്ക് പനി വന്നാൽ മറ്റേക്കും പനി വരുമെന്ന്, ശരിയാണോ അത്? ഇല്ല, വെറും അങ്ങനെയൊന്നും വരില്ല. നോണയാണത്. നോണയാണ്, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ മാറ്റിക്കിടത്തുവരും. ഒരാൾക്ക് വന്ന് 2 ദിവസം കഴിയുമ്പോഴാണ് അസുഖങ്ങൾ വരിക, അല്ലാതെ വരാൻ സാധ്യതയില്ല. ഇല്ല, മാറുമ്പോഴേ വന്നിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടോ അങ്ങനെ? കേട്ടിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആൾക്കാര്? അച്ഛൻ എവിടെ വർക്ക് ചെയ്യുന്നത്? അച്ഛൻ വർക്ക് ചെയ്യുന്നില്ല. അച്ഛൻ വീട്ടിലാണോ, ഇവിടെയാണോ, നാട്ടിലാണോ? ഇവിടെയാണ്, കൂടെ ഉണ്ട്. അപ്പൊ അബുദാബിയിലല്ലേ പറഞ്ഞേ? അതെ, അബുദാബിയില്. അപ്പൊ വർക്കിന് വരുന്നത് സ്വയം ഡ്രൈവ് ചെയ്യോ? പോകുന്ന എങ്ങനെ? എത്ര മണിക്ക് പോകണോ? ഇപ്പൊ രാവിലെ 7:30.
എന്നിട്ട് അപ്പൊ ഈ കുട്ടികളെ സ്കൂളിൽ വിടണ്ടേ അപ്പൊ? ഓ സ്കൂളിൽ വിടണം. പോന്ന് പറഞ്ഞില്ലേ? സ്കൂളിൽ വിടണം എന്നാണ്. സ്കൂളിൽ വിടണം എന്നാണ്. ഭയങ്കര സെക്യൂരിറ്റി ആയി പോയി നിങ്ങള്. അപ്പൊ അമ്മയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നല്ലേ? അതെ അതെ, അമ്മയെ ഹെൽപ്പ് ചെയ്യും. അമ്മ ഹെൽപ്പ് ചെയ്യുന്നതിനകത്തൊരു പാവം. ഞാൻ ഇങ്ങനെ സത്യം പറഞ്ഞ ഞാൻ ഇത്രയും സമയം മത്സരിച്ച മത്സരാർത്ഥികളിൽ നിന്ന് വളരെ വ്യത്യസ്തയാണ് കേട്ടോ നിങ്ങള്. നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് സംസാരിക്കുന്നു, അതിനകത്ത് വരാണ്ട് സംസാരിക്കുന്നു, വളരെ സിമ്പിൾ ആയിട്ട്. ഇത്രയും സിമ്പിൾ ആയിട്ട് ഇതുവരെ ആക്കാപ്പയിൽ ആരും മത്സരിച്ചിട്ടില്ല സത്യമായിട്ടും. വളരെ റിയലി സത്യം. അപ്പൊ എന്തായാലും സന്തോഷം. വീണ്ടും വിളിക്കുക, നമുക്ക് ഇങ്ങനെ ഇടക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് നമ്മളെ ആൾക്കാർക്ക് ഇങ്ങനെ എന്തെങ്കിലും അവയർനെസ് ഒക്കെ കൊടുക്കാൻ പറ്റുമെന്ന് ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു വെരി മച്ച്. അപ്പൊ അങ്ങനെ അടുത്ത ആളിലേക്ക് പോകാനുള്ള സമയമാണ്. അപ്പൊ എല്ലാവരും സൂക്ഷിക്കുക. നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് തക്കം വാർത്തിരിക്കുന്ന ഒരുപാട് കണ്ണുകൾ പുറത്തുണ്ട്. അപ്പൊ അതിലൊന്നും വീണു പോകാതെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സൈഡിൽ കൂടി ഒരു സൈഡ് പിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു ലക്ഷ്യം. സത്യമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഈ നമ്മൾ നേരത്തെ ഉണ്ടായ പോലെയല്ല, നമ്മൾ എന്ത് ഒരു സംഭവം മൊബൈലിൽ ഓപ്പൺ ആക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കാലോ. ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം. ആരാണ്? ഹർഷ. ഹർഷ, ഏത് ഷോയിലേക്കാണ് വിളിച്ചത്? കളിക്കളം. കണക്ട് ചെയ്യട്ടെ. മോളാണോ മത്സരിക്കുന്നത്? അതെ. ആണല്ലേ, ഓക്കെ. അപ്പോ അങ്ങോട്ട് മത്സരത്തിലേക്ക് കൊടുക്കാവേ. ഓക്കെ. ഹലോ, പറയോ, അക്ഷരം ഏതാ? ജെ എന്ന അക്ഷരത്തിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് കോൾസ് എത്ര ഉണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റിയെന്നുള്ളതാണ്. ആക്കാപ്പയാണ് മോളെ. ഏതാ അക്ഷരം എടുക്കുന്നേ? പാറടി. ടൈം സ്റ്റാർട്ട് നൗ. യെസ്. മോള് പണ്ടൊരിക്കൽ വന്നപ്പോ ഈ നമ്മള് ടോണി ടൈം ഇങ്ങനെയല്ല, ടൈം വന്നില്ല. വന്നു. മോള് പണ്ടൊരിക്കൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആഗസ്റ്റ് 15 കഴിഞ്ഞ വർഷം, ഓർമ്മയുണ്ടോ? എന്ത്? ആഗസ്റ്റ് 15 പറ്റി പറയാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ആഗസ്റ്റ് 15 എന്താ പ്രത്യേകത? അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. നമ്മളെല്ലാം പറയണ്ടേ? പറയാണ്ടിരിക്കാൻ പാടില്ല. അങ്ങനെ ആവുമ്പോ ഗെയിമിൽ നിന്ന് ഔട്ടായി പോവില്ലേ? നമ്മൾ പറയാന്നുള്ളതാണ് ഗെയിം. സ്വാതന്ത്ര്യദിനം. ഒരു കുഴപ്പമില്ല, ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയാലോ. അപ്പോ അവിടെ ആരാ മോളെ സപ്പോർട്ട് ചെയ്യുന്നത്? അവരുടെ അടുത്ത് എല്ലാം മാറി നിൽക്കാൻ പറ. മോള് വേറെ റൂമിൽ പോകാവോ? മോളിപ്പോ എവിടെയാ ഉള്ളത്? ടിവിയുടെ മുമ്പിലാണോ? അല്ല. പിന്നെ എവിടെയാ? റൂമിലാണോ? അപ്പൊ അവിടെ അമ്മയുണ്ടോ അടുത്ത്? അതെ. എന്തിനാ അമ്മ അടുത്ത് വന്നിരിക്കുന്നത്? മോളെ സഹായിക്കാനാണോ? അറിയില്ല. ചോദിക്കാം അമ്മയടുത്ത്. എന്തിനാ വന്നേന്ന് ചോദിച്ചേ. എന്തിനാ വന്നേ ചോദിക്ക്. ഹെൽപ്പ് ചെയ്യാനാണോ ചോദിക്ക്. ഹെൽപ്പ് ചെയ്യാനാണോ? അല്ല. എനിക്ക് തോന്നുന്നു ഹെൽപ്പ് ചെയ്യാനാണെന്ന്. അമ്മയുടെ ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. മനസ്സിലായില്ല. എന്താണ്? ക്യാൻ ഇവിടെ ഇല്ലല്ലോ. ഇവിടെ നാട്ടിലല്ലേ ക്യാൻ? റേഷൻ കടയിൽ പോകുന്ന ക്യാനല്ലേ? പറയ്. കേട്ടൂടാ, പറ. അല്ല, എനിക്ക് മനസ്സിലായില്ല. എനിക്ക് എന്താണ് പറയുന്നത് മനസ്സിലാവുന്നില്ല, കേൾക്കുന്നില്ല. കൃത്യമായിട്ട് പറ. കനോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ക്രിക്കറ്റിലുള്ളതാണോ? പിന്നെന്താ? പറയാൻ അറിയില്ല? മലയാളം അറിയില്ല? അറിയാം. പറയാത്ത എന്താ പിന്നെ? മലയാളം ആരെങ്കിലും പറഞ്ഞോ പറയണ്ടെന്ന്? ആ വാക്ക് വരും. ഏത് വാക്ക്? ശരി, ഓക്കെ. എന്തായാലും ജയിച്ചിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ശ്രീലക്ഷ്മി മത്സരിച്ചതും ഇതുമായിട്ടുള്ള വ്യത്യാസം അതാണ്. നമ്മൾ എങ്ങനെയെങ്കിലും ശരിക്ക് അങ്ങനെയും പറയാൻ പാടില്ല, കാരണം പഴയ കാര്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, ലക്ഷ്യമാണ് പ്രധാനമെന്ന്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ പ്രായം ഉള്ള ഒരാൾ പറയുന്നത് എല്ലാം അങ്ങനെ കണ്ണടച്ച് നമ്മൾ കേൾക്കാൻ പാടില്ല. പ്രായമായാലും
മണ്ടന്മാർ ഇനിയിപ്പോ അങ്ങോട്ട് വരും. കാരണം എൻ്റെ കൂടെ പഠിച്ച കുറെ എണ്ണം ഉണ്ട് മണ്ടന്മാർ. ഹലോ, എനിക്ക് തന്നെ അറിയുന്ന എത്ര പേരുണ്ട്. ഹലോ, ആരാണ്? ധന്യ. ധന്യ. എന്ത് ചെയ്യുന്നു ധന്യ? ഞാൻ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. എവിടെ നാട്ടില്? കൊല്ലം. കൊല്ലത്തെവിടെ? കൊല്ലം ഒരു ചാത്തന്നൂർ. ഒരു ചാത്തന്നൂരോ? ഇതെന്താ ബസ്സോ? കൊല്ലം എവിടെയാ? കൊല്ലം ഒരു ചാത്തന്നൂര്, ഒരു കൊട്ടിയൂര്. ഓക്കെ, എവിടെ? ഏതാ അക്ഷരം? ഏതാ? ഏതൊക്കെ അക്ഷരമുള്ള? എ ഇല്ല, BCFGKMN. എം. യെസ്, എം എടുക്കാം. പേരെന്തായിരുന്നു? ധന്യ അല്ലെ? ധന്യയുടെ ഹസ്ബൻഡിന്റെ പേരെന്താ? സുനിൽ. 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 തറുതല നമ്പറാണ്. നമ്മൾക്കത് മലയാളത്തിൽ മാത്രം സംസാരിക്കൽ തരാം, കാരണം അത് കുറച്ച് ടഫാണ് എല്ലാവർക്കും. മലയാളത്തിൽ മാത്രം സംസാരിച്ചാ മതി. ഓക്കെ അല്ലേ? തറുതല പെട്ടെന്ന് ഔട്ടായി പോകുന്നത് അതുകൊണ്ടാ. തറുതലയാണോ? തറുതലയാ വന്നത്. അത് വേണോ? ഞാൻ അത് മാത്രം ഒന്ന് മാറ്റി കൊടുക്കുന്നേ ഉള്ളൂ, കാരണം അത് കുറച്ച് ടഫാണ്. അപ്പൊ ടോണി ആ തറുതല എടുത്തു കളഞ്ഞു കേട്ടോ, എല്ലാവർക്കും മനസ്സിലാവുന്നില്ല അത്. അപ്പൊ മലയാളത്തിൽ മാത്രം സംസാരിക്കല്ലോ. അതോ ആക്കാപ്പോ ആണോ? അതോ കുസൃതി ചോദ്യം വേണോ? പറയുന്നതായിരിക്കോ കുറച്ചുകൂടെ പാട്? ഏത്? മലയാളത്തിൽ മാത്രം പറയുന്നതായിരിക്കോ കുറച്ചുകൂടെ പാട്? അല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതെടുത്തു കഴിഞ്ഞാലും അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ. തറുതല നമ്പർ വേണം, അത് തന്നെ തരാം, ഒരു കുഴപ്പമില്ല. മലയാളം പറയാം. മലയാളം പറയാം. ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അത് തറുതല നമ്പർ അവർ ഔട്ടായി പോകും, അതുകൊണ്ടാണ്. ഒരു ആദ്യമായിട്ട് വിളിച്ചല്ലേ? അതെ. നേരത്തെ നമ്മുടെ UBL ഏതെങ്കിലും ഷോയിൽ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. ഏത് ഷോയില്? ആ പേര് പറയണമെങ്കില് അങ്ങനെ ഭാഷയോ? ഓക്കെ, വെരി ഗുഡ്. ഹസ്ബൻഡ് എവിടെ വർക്ക് ചെയ്യുന്നത്? കച്ചവടം ആണോ? ധന്യ വർക്ക് ചെയ്തിട്ടില്ലേ ഇതിനു മുമ്പ്? നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ? രണ്ടിടത്തും ജോലി ചെയ്തിട്ടുണ്ട്. രണ്ടിടത്തും ജോലി ചെയ്തിട്ടുണ്ട്. എവിടെയാണ് വർക്ക് ചെയ്യാൻ കൂടുതൽ കംഫർട്ടായിട്ട് തോന്നുന്നത്? എവിടെയാണ്? നാട്ടിലാണോ ഇവിടെയാണോ? രണ്ടിടത്തും ജോലി ചെയ്യുമ്പം അതിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ഇവിടെ കുറച്ചും കൂടി സുഖമായിരിക്കും അല്ലേ, പോവാനും വരാനും. പിന്നെ അതുപോലെ കുറച്ച് ലേറ്റ് ആയാലൊന്നും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ. അതെ. ആ സമയത്ത് ഏത് കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഇവിടെ? ഹസ്ബൻഡിന്റെ സെയിം കമ്പനിയിലാണോ അതോ വേറെ കമ്പനിയിലാണോ? ഇവിടെ ഒരു വിദ്യാലയത്തിൽ. ടീച്ചറോ? അധ്യാപിക അല്ലായിരുന്നു. അധ്യാപിക അല്ലാത്ത എന്താണ് പിന്നെ? സ്കൂളിൽ എന്തായിരുന്നു? അസിസ്റ്റന്റ് ടീച്ചറോ? അക്കൗണ്ട്സിലോ? അതെ, കണക്കെഴുത്ത്. ഹസ്ബൻഡും കണക്ക് തന്നെയാണോ? മതി. ഹസ്ബൻഡ് എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അപ്പൊ കണ്ടിന്യൂ പറയും. എന്തായാലും ഹസ്ബൻഡ് കണക്കല്ലേ? ഭർത്താവ് കണക്കല്ല, ഭർത്താവിന് കച്ചവടം. ഭർത്താവും കണക്കാണോന്ന് ഞാൻ ചോദിച്ചേ. ഭർത്താവ് ഇല്ല, ഇപ്പൊ അവിടെ ഇല്ലേ? ഡ്യൂട്ടി കഴിഞ്ഞ് വന്നില്ലേ? എത്ര മണിയാവും വരാൻ? താമസിക്കും. എവിടെ വേറെയാണോ താമസിക്കുന്നത്? പുള്ളി ഇവിടെയല്ലേ? അങ്ങനെയല്ല, വൈകിയാണ് വീട്ടിലെത്തുക. എന്തോ തട്ടിപ്പാണ്. അപ്പൊ ഇവിടെ ചോറും കറിയൊക്കെ റെഡിയായ? അതെ. എന്താണ് ഇന്ന് കറി? ഭക്ഷണമൊക്കെ റെഡിയായി. ഭക്ഷണം ശരിയായി ഇനി മാറ്റി പറഞ്ഞാൽ മതിയോ? എന്താണ്? ഭക്ഷണം ശരിയായി ഇനി മാറ്റി പറഞ്ഞാൽ മതിയോ? പറ്റൂല. മോഹൻലാലിനോ പറഞ്ഞാൽ ഇനി എന്നെ തൂക്കിക്കൊല്ലാണ്ടിരിക്കാൻ പറ്റൂല. സോമനെ അന്നേ പറഞ്ഞത്, അതുകൊണ്ട് പറ്റൂല. അടുത്ത ആളിലേക്ക് പോട്ടെ. ഹലോ, അത് കഴിഞ്ഞു. അപ്പൊ എനിക്കിനി ഇന്ന് 2 നറുക്കെടുപ്പ് എടുക്കാനുള്ളത്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്നുള്ള സിനിമേന്റെ 2 കപ്പിൾ ഇൻവൈറ്റ് ടിക്കറ്റ് കൊടുക്കാനുണ്ട്. പ്ലസ് എനിക്ക് ഒരു സമ്മാനം കൊടുക്കാനുള്ളത് ക്രോക്കഡൈൽ പാർക്ക് ദുബായ്ക്കുള്ള ഒരു സമ്മാനം കൊടുക്കാനുണ്ട്. അത് വിൻ ചെയ്ത ആളിൽ നിന്നാണ്. പിന്നെ ഉള്ളത് സമ്മാനങ്ങളൊന്നുമല്ല, നിങ്ങളുടെ അടുത്ത് പറയാനാണുള്ളത്. നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഒരു സ്ഥാപനം നടത്താനോ തുടങ്ങിക്കൊണ്ടിരിക്കുകയോ നടത്തിക്കൊണ്ടിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം പറഞ്ഞ ആൾ പോലും ഹസ്ബൻഡ് കച്ചവടമാണെന്ന് പറഞ്ഞു, അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് UBL ബിസിനസ് സബ്മിറ്റ് നടത്തുന്നത് ഇൻ അസോസിയേഷൻ വിത്ത് ടാൽറോപ്പ്. ഇത് നടക്കുന്നത് നാളെയാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആണ് നാളെ. ഒരു ഉച്ചയ്ക്ക് മുന്നേ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ചെയ്യുക. ഈ കാണുന്ന സ്കാൻ ചെയ്യാനുള്ള നമ്മളെ സ്ക്രോൾ പോകുന്നതിൻ്റെ മുകളിലായിട്ടൊരു സ്കാൻ വരുന്നുണ്ടാവും. ആ സ്കാൻ നിങ്ങൾ മൊബൈൽ എടുത്ത് ചെയ്തിട്ട്
ആ സ്കാൻ ചെയ്യുക കേട്ടോ, സ്കാം അല്ല, സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്പർ എല്ലാം കൊടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ നാളെ കൃത്യസമയത്ത് 6:30 തന്നെ എത്താൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഒരു ചെറിയ ബ്രേക്ക് ആയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ ആർക്കൊക്കെ സമ്മാനം കിട്ടിയിരിക്കുന്നത് എന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ പോകണില്ലേ?